Hello students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2019 മുതൽ 16 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റും അതുപോലെ മാർച്ചിൽ നടന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2019 ജൂലൈയിലെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, നോട്ട് ചെയ്യുക. ബിക്കോസ് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ് ആൻസർ ചെയ്യുമ്പോൾ ബോർഡ് ക്ലീൻ ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിലെ ഡാറ്റയൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ എ മെറ്റാലിക് സ്ഫിയർ ഫാൾസ് ത്രൂ കാസ്റ്റർ ഓയിൽ ഇറ്റ്സ് വെലോസിറ്റി ബിക്കം യൂണിഫോം കോൾ ടെർമിനൽ വെലോസിറ്റി. ഒരു ഐഡിയ തന്നിട്ടുണ്ട് എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്നുള്ളത്. ഒരു മെറ്റാലിക് സ്ഫിയർ കാസ്റ്റർ ഓയിലിലൂടെ ഫോളോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി യൂണിഫോം ആയിട്ട് മാറും. അതിനെ പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. അതിൽ ABC ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. 1 mark question ആണ്. Second question, terminal velocity of a copper ball of radius 2 mm falling through a tank of oil at 20 degrees Celsius is 6.5 cm per second. Compute the viscosity of the oil at 20 degrees Celsius. Density of oil is 1.5 into 10 raised to 3 kg per meter cube. Density of copper is 8.9 into 10 raised to 3 kg per meter cube. ഇത്രയും ഡാറ്റ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് അണ്ടർ ഗ്രാവിറ്റി ഡു നോട്ട് അക്വയർ വെരി ഹൈ വെലോസിറ്റി വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഞാനൊരു ബീക്കർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ബീക്കറിൽ സംതിങ് ലിക്വിഡ് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലിക്വിഡിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയാണ് ഈറ്റ. ഇതിലേക്ക് നമ്മളൊരു സ്ഫെറിക്കൽ ബോൾ ഓഫ് റേഡിയസ് 6 താഴേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബോളിൻ്റെ ഡെൻസിറ്റിയാണ് റോ, ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ് സിഗ്മ. ഇത്രയും പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ബീക്കറിൽ ഒരു സ്ഫെറിക്കൽ ബോൾ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡിൻ്റെ കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റി ഈറ്റ, ലിക്വിഡിൻ്റെ ഡെൻസിറ്റി സിഗ്മ, ബോളിൻ്റെ ഡെൻസിറ്റി റോ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ ബോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടെർമിനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ VT ദാറ്റ് ഈസ് ഈക്വൽ ടു ടെർമിനൽ വെലോസിറ്റി എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത് 2/9 R² G into rho minus sigma by eta. This is the expression for terminal velocity. എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ മാത്രം കൊടുത്താൽ മതി. ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇതിൻ്റെ ഡെറിവേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താണ് ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആ ഇക്വേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ റോ ഡെൻസിറ്റി ഓഫ് ബോൾ, സിഗ്മ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, ഈറ്റ കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റി ഓഫ് ദി ലിക്വിഡ്, R റേഡിയസ് ഓഫ് ദി സ്ഫെറിക്കൽ ബോൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ കണ്ടു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ആൻസർ ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അവർ ചോദിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്തെന്നുള്ളതാണ്. ഒരു കാസ്റ്റർ ഓയിലിലേക്ക് നമ്മൾ ഒരു കോപ്പർ ബോളിനെ ഡിപ്പ് ചെയ്തു. അപ്പോൾ അത് 6.5 cm/s വെലോസിറ്റിയിലാണ് വരുന്നത് എന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നോട്ട് ചെയ്താണ്. ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മളിനി ചെയ്യാൻ പോകുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, ഇതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഈറ്റയുടെ എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ എന്ന് പറയുന്നത് 2/9 R² G into rho minus sigma by ടെർമിനൽ വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ നിന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ഈറ്റയുടെ എക്സ്പ്രഷൻ എഴുതാൻ പറ്റി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് ഓരോന്നായിട്ട് നോക്കാം. 2/9 റേഡിയസ് എത്രയായിരുന്നു? റേഡിയസ് തന്നിരുന്നത് റേഡിയസ് 2 mm ആണ്. റേഡിയസ് R ദാറ്റ് ഈസ് ഈക്വൽ ടു 2 mm. ഡെൻസിറ്റി ഓഫ് ദി ബോൾ നമുക്ക് തന്നിരിക്കുന്നത് 8.9 into 10 raised to 3 kg per meter cube. സിഗ്മ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് തന്നിരിക്കുന്നത് 1.5 into 10 raised to 3 kg per meter cube.
ആൻഡ് ടെർമിനൽ വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 6.5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2/9 റേഡിയസ് 2 mm ആണ്. 2 × 10⁻³ ദി ഹോൾ സ്ക്വയർ. ജി ഞാൻ 10 ആക്കി എടുക്കുന്നു. ഡെൻസിറ്റി ഓഫ് ദി ബോൾ ആണ്, അത് 8.9 മൈനസ് സിഗ്മ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്, അത് 1.5 രണ്ടുപേർക്കും കോമൺ ആയിട്ട് 10⁻³ ഞാനിവിടെ കൊടുത്തു, ഡിവൈഡഡ് ബൈ ടെർമിനൽ വെലോസിറ്റി 6.5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഞാനതിന് 10⁻² കൊടുത്തിട്ട് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, MM-നെ മീറ്ററിലേക്ക് മാറ്റിയതാണ് 10⁻³ ഓക്കെ ഫൈൻ. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. 2/9 × 2² 4 പവർ 10⁻⁻6 × 10 8.9 മൈനസ് 1.5 ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 7.4 × 10⁻³ ഡിവൈഡഡ് ബൈ 6.5 × 10⁻². പവറൊക്കെ നോക്കൂ, ഇവിടെ -6 10⁻³ -6ഉം 3ഉം -3, പിന്നെ ഇവിടെ ഒരു -2 വരും, ആ -2 താഴെയുള്ള -2 കൂടി കട്ടായിപ്പോയി അല്ലേ. -6 3 -3 വരും, -3ഉം 10ഉം -2 കട്ട് ചെയ്ത്. ഇനി മാഗ്നിറ്റ്യൂഡ് മാത്രം ശ്രദ്ധിക്കാം. 2 × 4 8 × ഇവിടെ നമുക്കൊരു 7.4 ഡിവൈഡഡ് ബൈ 9 × 6 6.5 എന്ന് കിട്ടും. സോ ഇവിടെ 8 × 7.4 നമുക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് അബൌട്ട് 59.2ഉം 9 × 6.5 ഇസ് അബൌട്ട് 58.5 നമുക്ക് കിട്ടും ഇല്ലേ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 59.2ഉം 58.5 ആണ്. വളരെ ക്ലോസ് ആയിരിക്കുന്ന ആൻസറാണ്. കറക്റ്റ് ആൻസർ വരുന്നത് 0.9 സംതിങ് ആണെങ്കിൽ നമ്മൾ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 1 എന്നുള്ള ആൻസറിലേക്ക് 1 നമുക്ക് ഞാനതിന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 1 കാണുന്നു. കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കറക്റ്റായിട്ട് വാല്യൂ കിട്ടും. അപ്പോൾ ഏകദേശം ഇറ്റ് ഈസ് 1. ടെർമിനൽ വെലോസിറ്റി വെച്ചിട്ട് നമ്മൾ ഈറ്റയുടെ എക്സ്പ്രഷൻസ് എഴുതിയാണ് ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കണം. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ സെക്കൻഡ് ആണ്. പാസ്കൽ സെക്കൻഡ് ആണ് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ്. ഈ പാസ്കൽ സെക്കൻഡിനെ നമ്മൾ പോയിസെല്ലി എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് 1 പാസ്കൽ സെക്കൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പോയിസെല്ലി. 1 പാസ്കൽ സെക്കൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പോയിസെല്ലി. ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. പോയിസെല്ലി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റെയിൻ ഡ്രോപ്സിന് കോൺസ്റ്റൻറ്റ് സ്പീഡ് വരുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു റെയിൻ ഡ്രോപ്പ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ റെയിൻ ഡ്രോപ്പിനെ നമുക്ക് ഈ സ്ഫെറിക്കൽ ബോൾ പോലെ കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്ഫെറിക്കൽ ബോൾ പോലെ നമ്മൾ റെയിൻ ഡ്രോപ്സിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ റെയിൻ ഡ്രോപ്സ് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ റെയിൻ ഡ്രോപ്സ് വരുന്നത് എയറിലൂടെയാണ്. എയർ എന്ന് പറയുന്നത് ഒരു വിസ്കസ് മീഡിയമാണ്. അപ്പോൾ ഈ താഴേക്ക് വരുന്ന റെയിൻ ഡ്രോപ്പിൻ്റെ താഴേക്ക് വരുന്ന മോഷന് എയർ വിസ്കസ് മീഡിയമായിരിക്കുന്ന എയർ അതിൻ്റെ മോഷന് ഒപ്പോസ് ചെയ്യും. വിസ്കസ് ഫോഴ്സ് വെച്ചിട്ട് മുകളിലേക്ക് താഴേക്ക് വരുമ്പോൾ വിസ്കസ് ഫോഴ്സ് മേലേക്ക് ആക്ട് ചെയ്തിട്ട് ഒപ്പോസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, കുറയും. അങ്ങനെ അതിൻ്റെ താഴേക്ക് വരുന്ന മോഷന് വിസ്കസ് ഫോഴ്സ് ഒപ്പോസ് ചെയ്യുന്ന കാരണം അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് അത് യൂണിഫോം സ്പീഡിലേക്ക് വരും. സിമ്പിളായിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് സ്പീഡ് കുറയുന്നതെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ മതി ഇറ്റ് ഈസ് ഡ്യൂ ടു ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ എങ്ങനെയാണ് ടെർമിനൽ വെലോസിറ്റി കാരണം അത് സ്പീഡ് കുറയുന്നതെന്ന് ചോദിച്ചാൽ താഴേക്ക് വരുന്ന ബോഡിയുടെ നമ്മുടെ റെയിൻ ഡ്രോപ്പിൻ്റെ മോഷനെ എയർ എന്ത് ചെയ്യും, വിസ്കസ് ഫോഴ്സ് വെച്ചിട്ട് ഒപ്പോസ് ചെയ്യുന്നുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിരിക്കുന്ന സൊല്യൂഷനും അതിൻ്റെ ഡീറ്റെയിൽഡ് തിയറി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജൂലൈ 2019 രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഫ്ലൂയിഡ്സ് നിന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്ലൂയിഡ് മൂവിങ് ഇൻ എ പൈപ്പ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ഷോൺ ബിലോ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയിങ് ക്രോസ് സെക്ഷനുള്ള പൈപ്പും അതിൻ്റെ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഹൈറ്റ് H1 H2, ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തത് P2, ഏരിയ A1 A2 എന്നൊക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇവിടെയാണ്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ, 3 മാർക്കിൻ്റെ
ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും എന്താണെന്നുള്ളതാണ് തിയറി ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പറയാം. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത് ഫ്ലോ ഇൻ വിച്ച് ഈച്ച് എലമെൻറ്റ് ഓഫ് ദി ലിക്വിഡ് പാസിംഗ് ത്രൂ എ പോയിൻറ്റ് travels along the same path and with the same velocity as that of preceding element. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സെക്ഷനിലൂടെ ക്രോസ് സെക്ഷനിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിവിടെ 1-2 പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് കേസ് പറയുമ്പോൾ ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യാണ് ഈ പോയിൻ്റ്. അപ്പോൾ ഇതിലൂടെ ഒരു ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ലിക്വിഡ് എലമെൻറ്റ് ഇതിലൂടെ ഫ്ലോ ചെയ്തു. അപ്പോൾ ഈ പോയിന്റിലെത്തിയപ്പോൾ ആ ലിക്വിഡിൻ്റെ എലമെൻറ്റ് എത്ര വെലോസിറ്റിയിലാണോ പോയത്, അതേത് പാത്തിലാണോ പോയത്, അതേ പാത്തിൽ അതേ വെലോസിറ്റിയിലായിരിക്കും ആ ലിക്വിഡ് എലമെൻറ്റ് പോയതിനു ശേഷം അതിൻ്റെ ബാക്കിൽ വരുന്ന ഓരോരുത്തരും പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 പോയിൻറ്റ്സിൽ ഓരോ പോയിൻറ്റ്സിലെയും വെലോസിറ്റികൾ വ്യത്യാസം ഉണ്ടാകാം. ഓരോ പോയിൻറ്റ്സിലും ഡയറക്ഷൻ ഓഫ് മോഷനും അതുപോലെ പാർട്ടിക്കിൾസിൻ്റെ ഫ്ലോ വെലോസിറ്റിയും വ്യത്യാസം ഉണ്ടാകാം. എന്നാൽ ഓരോ എലമെൻറ്റും അതാത് പോയിന്റിൽ പോകുന്ന വെലോസിറ്റികൾ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു എലമെൻറ്റ് വരുന്നു, അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ നേരത്തെ ഏത് വെലോസിറ്റിയിലാണോ ആൾ പോയത്, ഇനി മുന്നത്തെ ആൾ പോയത് അതേ വെലോസിറ്റിയിലായിരിക്കും ഇയാളും പോകുന്നത്. ഇനി ഇവിടെ എത്തുമ്പോൾ വേറെ ഏതൊരു വെലോസിറ്റി ആയിരിക്കും, എന്നാൽ പോലും നേരത്തെ ആൾ പോയ അതേ വെലോസിറ്റിയിൽ ഇയാൾ പോകും. ഈ ഇൻഡിവിജ്വൽ പോയിൻറ്റ്സുകളുടെ വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടായേക്കാം, എന്നാലും ഇവിടെ ഓരോ പോയിൻറ്റ്സിലും എന്തായില്ല വെലോസിറ്റി എന്തായില്ല വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ദി ഫ്ലോ ഇൻ വിച്ച് ഈച്ച് എലമെൻറ്റ് ഓഫ് ദി ലിക്വിഡ് പാസിംഗ് ത്രൂ എ പോയിന്റ് ട്രാവൽസ് അലോങ് സെയിം പാത്ത് ആൻഡ് വിത്ത് സെയിം വെലോസിറ്റി ആസ് ദാറ്റ് ഓഫ് പ്രിസീഡിങ് എലമെൻറ്റ്. അതാണ് സ്ട്രീം ലൈൻ ഫ്ലോയുടെ പ്രത്യേകത. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോയെ നമുക്കിത് ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഈ രീതിയിൽ കാണിക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള ഡയറക്ഷൻ ഓഫ് ഫ്ലോ വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ വെലോസിറ്റി. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പറയാനുള്ള സെക്കൻഡ് പോയിന്റ്, 2 സ്ട്രീം ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. 2 സ്ട്രീം ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. എന്തേ അതിൻ്റെ റീസൺ? അതിൻ്റെ റീസൺ നമ്മളിപ്പോൾ ഒന്നാമത്തെ കേസിൽ ഇയാൾക്ക് കറസ്പോണ്ടിങ് ടാൻജൻറ്റ് വരച്ചാൽ അതിങ്ങനെയായിരിക്കും. രണ്ടാമത്തെ ഈ സ്ട്രീം ലൈന് കറസ്പോണ്ടിങ് ടാൻജൻറ്റ് വരച്ചാൽ അത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു പോയിന്റിൽ തന്നെ 2 ഡയറക്ഷൻസ് വന്നു. അത് പോസിബിൾ അല്ല സ്ട്രീം ലൈൻ ഫ്ലോയിൽ. സ്ട്രീം ലൈൻ ഫ്ലോയിൽ സെയിം പാത്തും സെയിം വെലോസിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിയിൽ വ്യത്യാസം വന്നു, അതുകൊണ്ട് അത് സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കില്ല. സോ 2 സ്ട്രീം ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് നമ്മൾ കണ്ടു. ഡെഫിനിഷൻ എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ദി ഫ്ലോ ഇൻ വിച്ച് each element of the liquid passing through a point travels along same path and with same velocity as that of preceding element. അപ്പോൾ ഓരോ പോയിന്റ്സിലൂടെയും ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ പോയിന്റിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി എന്താണോ അതേ വെലോസിറ്റിയിലായിരിക്കും അതിൻ്റെ ബാക്കിൽ വരുന്ന ഓരോ എലമെൻറ്റും ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് സ്ട്രീം ലൈൻ ഫ്ലോ കിട്ടുന്നത്. ആ സ്ട്രീം ലൈനിൻ്റെ ടാൻജൻറ്റ് വരച്ചാൽ നമുക്ക് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി കിട്ടും. 2 സ്ട്രീം ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ റീസണും നമ്മൾ പറഞ്ഞു. ഇനി ടർബുലൻറ്റ് ഫ്ലോ എന്താണെന്ന് നോക്കാം. വെൻ എ ലിക്വിഡ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ വെലോസിറ്റി, മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾസ് ഓഫ് ദി ലിക്വിഡ് ബിക്കം ഇറഗുലർ. സച്ച് എ ഫ്ലോ ഈസ് കോൾഡ് ടർബുലൻറ്റ് ഫ്ലോ. അപ്പോൾ ഇറഗുലർ ഫ്ലോയാണ് ടർബുലൻറ്റ് ഫ്ലോ. ഇവിടെ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ ആണ്, റെഗുലർ ഫ്ലോ ആണ്. എന്നാൽ ഇവിടെ ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഇറഗുലർ ഫ്ലോ ആണ്. അത് അൺസ്റ്റഡി ആണ്, ഇറഗുലർ ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ കാണിച്ചാൽ തന്നെ മതി. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്ന് പറഞ്ഞു, ടർബുലൻറ്റ് ഫ്ലോ എന്താ പറഞ്ഞു. അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ മേലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്ലോ വെലോസിറ്റി ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ മേലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്കിൾസ് ഓഫ് ദി ലിക്വിഡ് ബിക്കം ഇറഗുലർ. സച്ച് എ ഫ്ലോ ഈസ് കോൾഡ് ടർബുലൻറ്റ് ഫ്ലോ. അപ്പോൾ ഈ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്താ? ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ലിമിറ്റിംഗ് വാല്യൂ ആണ്. ആ ഒരു വെലോസിറ്റി വരെ അല്ലെങ്കിൽ അതിന് താഴേക്ക് നമുക്കത് ഫ്ലോ എന്ന് പറയുന്നത് സ്ട്രീം ലൈനായിട്ട് പറയാം. ആ വെലോസിറ്റിയുടെ മേലേക്ക് ഫ്ലോ എന്ന് പറയുന്നത് ടർബുലൻ്റ് ആയിരിക്കും. അതാണ് എന്തിൻ്റെ പ്രത്യേകത? ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ പ്രത്യേകത. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബെർണോളിസ് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു പോർഷനാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. എല്ലാ എക്സാംസിനും ഇവിടുന്ന് ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുണ്ട്. ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ പ്രൂഫ്, അതിൻ്റെ
ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറയുന്ന രീതിയിൽ ഒത്തിരി തവണ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പ്രഷർ എനർജി ആകാം, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ഈ മൂന്നിൻ്റെയും കൂടി സം. അപ്പോൾ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് അൻ ഇൻകംപ്രസിബിൾ ആൻഡ് നോൺ വിസ്കസ് ഫ്ലൂയിഡ് ഇൻ സ്റ്റഡി ഫ്ലോ ഈസ് റിമൈൻസ് കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് എന്താണ് ലിക്വിഡിൻ്റെ പ്രത്യേകത? ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ഇൻ സ്റ്റഡി ഫ്ലോ ഈസ് റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ മെയിനായിട്ട് എന്ത് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നത് തന്നെ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് ആൻ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ഇൻ സ്റ്റഡി ഫ്ലോ റിമൈൻസ് കോൺസ്റ്റന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്നാണ് ചോദിക്കുക. സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് ഇൻകംപ്രസിബിൾ ആൻഡ് നോൺ വിസ്കസ് ഫ്ലൂയിഡ് ഇൻ സ്റ്റഡി ഫ്ലോ ഈസ് റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ലിക്വിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആയിരിക്കണം, നോൺ വിസ്കസ് ആയിരിക്കണം, സ്റ്റഡി ഫ്ലോ ആയിരിക്കണം. സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് തന്നെയാണ് സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനാണ് നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ കൺസർവേഷൻ ഓഫ് എനർജിയാണ്. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ ലിക്വിഡിന് ഉണ്ടായിരിക്കേണ്ട കണ്ടീഷൻസ് ഒന്ന് ഇൻകംപ്രസിബിൾ, നോൺ വിസ്കസ്, സ്റ്റഡി ഫ്ലോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു നോൺ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള പൈപ്പിനെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. A1 ഇത് ഇവിടുത്തെ ഏരിയയാണ്, P1 ഇവിടുത്തെ പ്രഷർ, H1 ഡാറ്റ ലെവലിൽ നിന്ന് H1 ഹൈറ്റിലാണ് ഇത് കാണുന്നത്. ഇത് A2 ഏരിയ, T2 ഇവിടുത്തെ പ്രഷർ, H2 ലിക്വിഡ് ഇതിലൂടെ മൂവ് ചെയ്യുന്ന വെലോസിറ്റി V1, ഇതിലൂടെ മൂവ് ചെയ്യുന്ന വെലോസിറ്റി V2. ഇത്രയും ഡീറ്റെയിൽസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ വി വോളിയം ഓഫ് ലിക്വിഡിനെ ഞാൻ എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് നീക്കുകയാണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് വി വോളിയം ഓഫ് ലിക്വിഡിനെ പുഷ് ചെയ്യാണ്. അപ്പോൾ അതിന് ആവശ്യമായിരിക്കുന്ന വർക്ക്, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ്, വർക്ക് റിക്വയർഡ് ടു പുഷ് വി വോളിയം ഓഫ് ലിക്വിഡ് from A to B, work required to push V volume of liquid from A to B, എയിൽ നിന്ന് ബിയിലേക്ക് പുഷ് ചെയ്യാനായിരിക്കുന്ന വർക്ക് W that is equal to നമുക്ക് പറയാം ഇവിടുത്തെ പ്രഷർ P1 ആണ്, V വോളിയം ആണ്. പ്രഷർ ഇൻറ്റു വോളിയം ചെയ്ത് കഴിഞ്ഞാൽ അത് എനർജിയാണ് അല്ലെങ്കിൽ വർക്കാണ്. അപ്പോൾ P1V മൈനസ് P2V, ഇവിടുത്തെ പ്രഷറാണ് P2, ഇവിടുത്തെ പ്രഷറാണ് P1. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ വി വോളിയം ഓഫ് ലിക്വിഡിനെ എ നിന്ന് ബിയിലേക്ക് പുഷ് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് P1V മൈനസ് P2V എന്ന് പറയാം. സോ ഇവിടുന്ന് വി ഞാൻ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ P1 മൈനസ് P2V എന്ന് നമുക്ക് കിട്ടും. ഇതാണ് വർക്ക് ഡൺ. ഒരു ലിക്വിഡിനെ എയിൽ നിന്ന് ബിയിലേക്ക് പുഷ് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഈ വർക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച്, രണ്ടാമത്തത് കൈനറ്റിക് എനർജി ചേഞ്ച്. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം ദിസ് വർക്ക് ഡൺ സ്പെൻഡ് ഇൻ 2 ways, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അതിൽ ഒന്നാമത്തത് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഡെൽറ്റ യു എന്ന് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു mg ഇൻറ്റു H2 മൈനസ് H1. രണ്ടാമത്തത് കൈനറ്റിക് എനർജി ചേഞ്ച് നമുക്ക് ഡെൽറ്റ കെ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഇവിടുത്തെ വെലോസിറ്റി V2, ഇവിടുത്തെ വെലോസിറ്റി V1. V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഇനി നമ്മൾ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈയിങ് കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് എനർജി
അല്ലെങ്കിൽ നമ്മൾ വർക്ക് എനർജി തിയറം എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കൺസർവേഷൻ ഓഫ് എനർജി നമുക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിനെ ഞാൻ ഈ വർക്ക് W എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് പ്ലസ് കൈനറ്റിക് എനർജി ചേഞ്ച് ആണെന്ന് പറയാം. വർക്കിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇറ്റ് ഈസ് P1 മൈനസ് P2 ഇൻറ്റു V ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് mg ഇൻറ്റു H2 മൈനസ് H1 പ്ലസ് കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഹാഫ് എം V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുലയിൽ നമുക്ക് കിട്ടി. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചും കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചും. ഇനി നമുക്കറിയാം ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കറിയുന്ന ഡീറ്റെയിൽ ഡാറ്റയാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ ഒരാൾക്ക് വോളിയത്തിനെ മാസ് ബൈ ഡെൻസിറ്റി എന്ന് എഴുതാം. അതുകൊണ്ട് ഞാൻ ഈ എക്സ്പ്രഷനെ ഇങ്ങോട്ട് എഴുതുന്നത് ശ്രദ്ധിക്കുക. P1 മൈനസ് P2 ഇൻറ്റു വിക്ക് പകരം നമ്മളിവിടെ m ബൈ റോ ദാറ്റ് ഈസ് ഈക്വൽ ടു mg ഇൻറ്റു H2 മൈനസ് H1 പ്ലസ് ഹാഫ് m V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റി. ഇനി ഇവിടുന്ന് m നമ്മൾ കട്ട് ചെയ്തു. സോ P1 മൈനസ് P2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിവിഷൻ ആയിരിക്കുന്ന റോയെ ഞാൻ സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റോ g ഇൻറ്റു H2 മൈനസ് H1 പ്ലസ് റോ ബൈ 2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലേക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് 1 എന്ന് പറയുന്ന ടേംസിനെയൊക്കെ ഒരു സൈഡിലേക്കും 2ൻ്റെ ടേംസിനൊക്കെ അപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ P1 ഇവിടെ റോ ജി H2 മൈനസ് റോ ജി H1 ഉണ്ട്. അതിനെ ഞാൻ ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ പ്ലസ് റോ ജി H1. ഇവിടെ റോ ബൈ 2 V2 സ്ക്വയർ ഉണ്ട്. ഇവിടെ മൈനസ് റോ ബൈ 2 V1 സ്ക്വയർ ഉണ്ട്. ആ മൈനസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹാഫ് റോ V1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് P2 ഇപ്പുറത്തേക്ക് വരുന്നു. സോ P2 പ്ലസ് P2 ആയിട്ട് മാറി പ്ലസ് റോ ജി H2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ എന്ന് കിട്ടി. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. അപ്പോൾ വേണമെങ്കിൽ ബെർണോളിസ് ഇക്വേഷൻ നിങ്ങൾക്ക് ഇങ്ങനെയും സം ചെയ്യാം. എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഇപ്പോൾ നമുക്ക് ഇത് ഈ ഒരു രീതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൊടുക്കാം P പ്ലസ് റോ ജി H പ്ലസ് ഹാഫ് റോ V സ്ക്വയർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നും പറയാം. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഫോർമേഷൻ വേണമെങ്കിൽ പറയാം സം ഓഫ് പ്രഷർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നും പറയാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ഇൻ എ സ്റ്റഡി ഫ്ലോ ഈസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു പ്രൂഫ് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഇവിടെ അല്ലെങ്കിൽ ഈ രീതിയിലും പറയാം സം ഓഫ് പ്രഷർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നും പറയാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഡെറിവേഷനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോർഡ് എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന റീജിയനാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അത് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചു, അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്നുള്ളതും ചോദിച്ചു. രണ്ടും ഞാനിവിടെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ ബേസിസിലാണ്? കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഇത് ഏത് ലിക്വിഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? നോൺ വിസ്കസ് ആയിരിക്കുന്ന ഇൻകംപ്രസിബിൾ ആയിരിക്കുന്ന സ്റ്റഡി ഫ്ലോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനെ കുറിച്ച് എനിക്ക് പറയാം. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്ന മാർച്ച് 2019 ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഫൈൻ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ടർ പ്രൂഫിംഗ് ഏജൻറ്റ്സ് ആർ ആഡഡ് ടു ക്രിയേറ്റ് ഡാഷ് large or small angle of contact between the water and fibers. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് ആൻ എയർ ബബിൾ ഓഫ് റേഡിയസ് 1 mm ഫോംഡ് ജസ്റ്റ് ബിലോ ദി ഫ്രീ സർഫേസ് ഓഫ് വാട്ടർ ഗിവൺ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ 72 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഡിഫൈൻ ചെയ്യാനാണ്. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൻ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു പിക്ചറാണ്. ശ്രദ്ധിക്കുക, ഇത് മെർക്കുറി ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഒഴിച്ചപ്പോൾ മെർക്കുറി ഇതുപോലെ
നമ്മൾ ഗ്ലാസ് പ്ലേറ്റിൽ ഒരു ഡ്രോപ്പായിട്ട് സ്ഫെറിക്കൽ ഡ്രോപ്പായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ടു ദി ലിക്വിഡ് സർഫേസ് അറ്റ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് സോളിഡ് സർഫേസ് ഇൻസൈഡ് ദി ലിക്വിഡ്. നോക്കൂ, ഇതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ പോയിന്റ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ടു ദി ലിക്വിഡ് സർഫേസ്, ഇതാണ് നമ്മുടെ ലിക്വിഡ് സർഫേസ്. ഈ ലിക്വിഡ് സർഫേസിലൂടെ നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റ്, ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ഡ്രോൺ അറ്റ് ദി ലിക്വിഡ് സർഫേസ് അറ്റ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് ലിക്വിഡ് സർഫേസിലൂടെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ടാൻജന്റിൻ്റെയും ആൻഡ് സോളിഡ് സർഫേസ് ഇൻസൈഡ് ദി ലിക്വിഡ്, ഇതാണ് സോളിഡ്, ഇതാണ് നമ്മുടെ ലിക്വിഡിന് താഴെയുള്ള സോളിഡ് സർഫേസ് ആണ് ഇവിടെ. അപ്പോൾ ഇതിലൂടെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ലൈന്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ഡ്രോൺ എങ്ങനെ ഈ ലിക്വിഡ് സർഫേസിലൂടെ വരച്ചിരിക്കുന്നതും അറ്റ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് സോളിഡ് സർഫേസ് ഇൻസൈഡ് ലിക്വിഡ്, ഇതിൻ്റെ അടുത്ത് വരച്ചിരിക്കുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡിഫൈൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ tangent to the liquid surface at the point of contact and solid surface inside the liquid എന്ന് വേണം പറയാൻ. യെസ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക നിങ്ങൾ, എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ? നമ്മളതിനെ ബേസിക്കലി പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫിനോമിനൻ ഓഫ് വെറ്റിംഗ് ഓർ നോൺ വെറ്റിംഗ് എന്നാണ്. ഒരു മെറ്റാലിക് സർഫേസിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അതിനെ നനക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിക്വിഡ് ഒഴിച്ചാൽ അത് അതിന് നനയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് പറയുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ടർ പ്രൂഫിംഗ് ഏജൻറ്റ്സ് ആർ ആഡഡ് ടു ക്രിയേറ്റ് ഡാഷ്, ലാർജ് ആണോ സ്മാൾ ആണോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദി വാട്ടർ ആൻഡ് ഫൈബേഴ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് മെർക്കുറി ഓൺ ഗ്ലാസ് സ്ലാബായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ രണ്ടാമത്തൊരു ഫിഗറും കൂടി കാണിക്കുന്നുണ്ട്. ഇത് വാട്ടർ ഓൺ ഗ്ലാസ് ആണ്. വെള്ളം നമ്മൾ ഗ്ലാസ് സ്ലാബിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യും. മെർക്കുറിയാണ് ഗ്ലാസ് സ്ലാബിൻ്റെ മുകളിൽ വെക്കുന്നതെങ്കിൽ അതിങ്ങനെ സ്ഫെറിക്കൽ ഡ്രോപ്പായിട്ട് നിൽക്കും. വെള്ളമാണ് ഗ്ലാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്പ്രെഡ് ലൈക്ക് ദിസ്, അതിനെ വെറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്യും ആ സർഫേസിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ കേർവ്ഡ് സർഫേസ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ടാൻജൻറ്റ് വരച്ചു, സോളിഡ് ഇൻസൈഡ് ദി ലിക്വിഡിലൂടെയും വരച്ചു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കിട്ടുന്ന ഈ ആംഗിളാണ് ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. ഒന്നാമത്തെ കേസിൽ മെർക്കുറി ഓൺ ഗ്ലാസിൻ്റെ വരുന്ന സിറ്റുവേഷനിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. ഇവിടെ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. ഇവിടെ ഗ്രേറ്റർ ദാൻ 90, ഇവിടെ ലെസ് ദാൻ 90 എന്ന് പറയുന്ന ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് ഗ്രേറ്റർ ദാൻ 90 ആയതുകൊണ്ട് തന്നെ സ്ഫെറിക്കൽ ഡ്രോപ്പായിട്ടാണ് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. മെർക്കുറി ഓൺ ഗ്ലാസ് ഇത് നോൺ വെറ്റിംഗ് ആണ്. ഇതിനെ വെറ്റിംഗ് ചെയ്യുന്നില്ല, നനയ്ക്കുന്നില്ല, നോൺ വെറ്റിംഗ് ആണ്. എന്നാൽ ഇത് വെറ്റിംഗ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പ്രത്യേകം നമുക്കറിയാം, അത് നനയ്ക്കാൻ പാടില്ല. ഉണ്ടോ ബിറ്റ്വീൻ ദി വാട്ടർ ആൻഡ് ഫൈബേഴ്സിൽ വെള്ളം നനയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം നനയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തീറ്റ ഗ്രേറ്റർ ദാൻ 90 വരണം. അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് ഏജൻറ്റ്സ് ആർ ആഡഡ് ടു ക്രിയേറ്റ് ലാർജ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഫൈബേഴ്സ്. അപ്പോൾ ലാർജ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആകുമ്പോൾ അത് നോൺ വെറ്റിംഗ് ആയിട്ട് മാറും. സ്മോൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആകുമ്പോൾ അത് വെറ്റിംഗ് ആയിരിക്കും. വാട്ടർ പ്രൂഫിംഗ് നോൺ വെറ്റിംഗ് ആവേണ്ടത് കൊണ്ട് നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ? തീറ്റ ഗ്രേറ്റർ ദാൻ 90 ലാർജ് ആംഗിൾ ആയിരിക്കണം ആൻസർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കൂ. കാൽക്കുലേറ്റ് ദി എക്സസ് പ്രഷർ ഇൻസൈഡ് ആൻ എയർ ബബിൾ ഓഫ് റേഡിയസ് 1 mm formed just below the free surface of water given surface tension of water 72 × 10⁻³ Newton per meter ആണ്. അപ്പോൾ നോക്ക്, നമ്മൾ ഈ സർഫസ് ടെൻഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പറയാൻ പോകുന്നത്. എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ശ്രദ്ധിക്കുക. എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വേറെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നതെന്നൊക്കെ നമ്മൾ അതിൽ ചർച്ച ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ നോക്കാം. എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സസ് പ്രഷർ എന്നൊക്കെ നമ്മൾ അപ്പോൾ പറയുന്നതായിരിക്കും. ഇതൊരു ഡ്രോപ്പാണ്. ഫോർ എ ഡ്രോപ്പ് എക്സസ് പ്രഷർ എന്ന് പറയുന്നത് 2s/r എന്ന് പറയാം. എസ് ഇവിടുത്തെ സർഫസ് ടെൻഷനും r ഈ ഡ്രോപ്പിൻ്റെ റേഡിയസുമാണ്. എന്നാൽ ഇത് ഒരു ബബിൾ ആകുന്ന കേസിൽ ബബിളിന് 2 ഫ്രീ സർഫേസ് വരുന്നത് കൊണ്ട് ബബിളിൻ്റെ കേസിൽ നമ്മൾ എക്സസ് പ്രഷർ പറയുമ്പോൾ ഇറ്റ് ഈസ് 2 ടൈംസ്. അങ്ങനെ 2 ഫ്രീ സർഫേസ് ഉണ്ട്. 2 × 2s/r വരും. സോ ദിസ് ഈസ് 4s/r. ഇങ്ങനെയാണ് നമ്മൾ എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ പറയുന്നത്. ഡ്രോപ്പിന് 2s/r, ബബിളിന് 4s/r. ഇവിടെ കാൽക്കുലേറ്റ് ദി എക്സസ് പ്രഷർ ഇൻസൈഡ് ആൻ എയർ ബബിൾ ആണ്.
ബബിളിൻ്റെ കേസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓഫ് റേഡിയസ് 1 mm ഫോംഡ് ജസ്റ്റ് ബിലോ ദി ഫ്രീ സർഫേസ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബിലോ ദി ഫ്രീ സർഫേസ്. ബിലോ ദി ഫ്രീ സർഫേസ് ആകുമ്പോൾ നമ്മുടെ കണ്ടീഷൻസിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കേസിലുള്ള ബബിളാണ് പറയുന്നത്. ബബിൾ ഇൻസൈഡ് ദി ലിക്വിഡ് ആകുമ്പോൾ ഫ്രീ സർഫേസിൻ്റെ എണ്ണം 2ൽ നിന്ന് 1 ആയിട്ട് മാറും. ഇപ്പോൾ ഈ കേസിൽ 2 ഫ്രീ സർഫേസ് ഇവിടെ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ നമ്മൾ ബബിളിനെ വെള്ളത്തിലേക്ക് മുക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ബബിൾ ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ 2 ഫ്രീ സർഫേസ് ഇല്ല, ഒറ്റ ഫ്രീ സർഫേസേ ഉള്ളൂ. അപ്പോൾ അത് ബബിൾ ആണെങ്കിലും അത് ഡ്രോപ്പ് പോലെ ബിഹേവ് ചെയ്യും ഇൻസൈഡ് ദി ലിക്വിഡ്. അതുകൊണ്ട് എക്സസ് പ്രഷർ ഓഫ് എ ബബിൾ ആണെങ്കിൽ പോലും അതിൻ്റെ ഇക്വേഷൻ ഒറ്റ സർഫേസ് ഉള്ളൂ എന്നത് കാരണം 2s/r വരും. അപ്പോൾ നിങ്ങൾ എക്സസ് പ്രഷർ ഓഫ് എ എയർ ബബിൾ എന്ന് കേൾക്കുമ്പോഴേക്കും 4s/r എന്ന് എഴുതാൻ പോകരുത്. ബിക്കോസ് പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ജസ്റ്റ് ബിലോ ദി ഫ്രീ സർഫേസ് ഓഫ് വാട്ടർ. ഇതില്ലാണ്ടാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് 4s/r യൂസ് ചെയ്യാമായിരുന്നു. ജസ്റ്റ് ബിലോ ദി വാട്ടർ സർഫേസ് ആയതുകൊണ്ട് 2 ഫ്രീ സർഫേസ് ഒറ്റ ഫ്രീ സർഫേസിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളത് കാരണം നമ്മുടെ ഇക്വേഷൻ 2s/r വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ 2s/r എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എസ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് 72 ഇൻറ്റു 10⁻³ ആണ്, ഡിവൈഡ് ബൈ റേഡിയസ് നമുക്ക് തന്നിട്ടുള്ളത് 1 mm. 1 mm എന്ന് പറയുന്നത് 10⁻³ മീറ്റർ. 10⁻³ 10⁻³ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ 2 ഇൻറ്റു 72 ആണ് നമ്മുടെ ആൻസർ അല്ലേ. 144 പാസ്കൽ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. 2019 മാർച്ചിൽ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനിൽ ഡിറൈവ് ബെർണോളിസ് ഇക്വേഷൻ ആൻഡ് ഇൻകംപ്രസിബിൾ ലിക്വിഡ് എന്നാണ്. ഡിറൈവ് ബെർണോളിസ് ഇക്വേഷൻ ആൻഡ് ഇൻകംപ്രസിബിൾ ലിക്വിഡ് നമ്മൾ നേരത്തെ അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ പ്രൂഫും നമ്മൾ എടുത്താണ്. അതുകൊണ്ട് ഞാൻ ഇനി വീണ്ടും ഇത് പറയുന്നില്ല. 4 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ 2 ഫിഗറിൽ ഏതാണ് ഇൻകറക്റ്റ്, തെറ്റായ ഫിഗർ ഏതെന്നുള്ളതാണ്. ഇൻകറക്റ്റ് ഫിഗർ ഏതെന്നാണ് ചോദ്യം. നമുക്ക് നമ്മളിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എ ആണോ ബി ആണോ ഇൻകറക്റ്റ് എന്നുള്ളത് നമ്മൾ നോക്കാം. നന്നായിട്ട് ശ്രദ്ധിക്കുക. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച്, അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ ഏരിയയും വെലോസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. വെലോസിറ്റി കൂടും ഏരിയ കുറയുമ്പോൾ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കാം, കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്കറിയാം P + ½ρv² + ρgh is equal to a constant. ρgh is equal to a constant. ഇതൊരു നമ്മൾ കണ്ടിങ്ങനെ ഇൻ ലെവൽ ഡിഫറൻസ് ഉള്ള ഒരു ലെവൽ താഴെയും മറ്റൊരു ലെവൽ മേലെയും ഇങ്ങനെ നിൽക്കുന്ന പൈപ്പിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വരിക. ഒരു അറ്റം താഴെയും ഒരറ്റം മേലെയും നിൽക്കുന്ന സമയത്ത്. എന്നാൽ നമ്മളിപ്പോൾ ഒരു ലെവൽ പൈപ്പാണ് എടുത്തിരിക്കുന്നത്, നേരെ നിൽക്കുന്ന പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിളിൽ പൊട്ടൻഷ്യൽ എനർജിയിൽ ചേഞ്ച് കാണില്ല. സോ നമുക്ക് ഈ ഹൈറ്റിൻ്റെ ടേംസ് ഇവിടെ ഉപയോഗിക്കണം എന്നില്ല, കാരണം ഇത് ലെവൽഡ് പൈപ്പാണ് രണ്ടും. അപ്പോൾ നമുക്ക് ലെവൽഡ് പൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് വണ്ണം കൂടുതലും കുറവുണ്ടോ എന്നുള്ളതല്ല, ഇത് ഡാറ്റമായിട്ട് പരിഗണിച്ചാൽ ഈ പോയിന്റിലേക്കുള്ള സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഒരേ ലൈനിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഈ വീതി കൂടിയും കുറഞ്ഞതും അല്ല നമ്മൾ ലെവലാണോ ഇൻ ലെവലാണോ നോക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റത്തിൽ നിന്ന് ഇതിൻ്റെയും സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ലൈന് ഒരേ ഹൈറ്റിലായതുകൊണ്ട് നമുക്കത് ലെവൽഡ് പൈപ്പായിട്ട് കൺസിഡർ ചെയ്യാം. സോ P + ½ρv² is equal to a constant മതി, ഹൈറ്റിൻ്റെ ടേം നമുക്ക് വേണ്ട. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് രണ്ടും സം ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് കിട്ടണം. അത് കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ, എപ്പോഴും ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ വെലോസിറ്റി കുറയുമ്പോൾ പ്രഷർ കൂട്ടണം, എന്നാലേ ഇതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ 2 റിലേഷനും കൂടി കണക്ട് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് ഏരിയ ഇൻറ്റു വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയത് കാരണം ഏരിയ വെലോസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് P + ½ρv². എന്തുകൊണ്ടാണ് തേർഡ് ടേം ഒഴിവാക്കിയത് എന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ കണ്ടു, 2 ലെവലിൽ നിൽക്കുന്ന പൈപ്പായപ്പോഴാണ് നമ്മൾ ആ കാര്യം പറഞ്ഞത്. 2 ലെവലിലുള്ള പോയിൻറ്റ്സ് ഒരേ ലെവലിലാണ് ഉള്ളത്.
അപ്പോൾ എച്ച് വേണ്ട, പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇനി ഇത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ വെലോസിറ്റി കുറയുമ്പോൾ പ്രഷർ അവിടെ എന്ത് ചെയ്യണം, കൂടണം. ഇനി നമ്മുടെ ഫിഗറിലേക്ക് വരാം. ഈ ഒരു പോയിന്റിൽ, ഇവിടുത്തെ ഈ ഒരു പോയിന്റിൽ ഏരിയ ഇവിടെ കൂടുതലാണ്, ഇവിടെ ഏരിയ കുറവാണ്, ഒന്ന് വണ്ണം കുറഞ്ഞ റീജിയനാണ്, ഇവിടെ ഏരിയ കൂടുതലാണ്. ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയണം എന്നാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെലോസിറ്റി കുറയുമ്പോൾ പ്രഷർ കൂടും എന്നുള്ളതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ത് ചെയ്യണം, കൂടണം. പ്രഷർ ഇവിടെ കൂടുതലാണെങ്കിൽ ഈ ലിക്വിഡ് കൂടുതലായിട്ട് പ്രഷർ എക്സെർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ലിക്വിഡിലെ ലെവൽ നല്ല രീതിയിൽ പൊങ്ങി നിൽക്കണം. ഇവിടെ ലിക്വിഡ് ലെവൽ കുറഞ്ഞിരിക്കണം, കാരണം ഇവിടെ ഏരിയ കുറവാണ്, വെലോസിറ്റി കൂടുതലാണ്, പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ഈ ഫിഗറിൽ ഇവിടെ പ്രഷർ കുറഞ്ഞതും ഇവിടെ പ്രഷർ കൂടിയുമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഫിഗറിൽ വളരെ കറക്റ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ഏരിയ കൂടുതലാണ്, വെലോസിറ്റി കുറവായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടുതലുള്ളതുകൊണ്ട് ലിക്വിഡ് നന്നായിട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതുകൊണ്ട് ലിക്വിഡ് നന്നായിട്ട് റൈസ് ചെയ്തിരിക്കും, ഇത് ഇത്രയും ഹൈറ്റിൽ റൈസ് ചെയ്തിരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഏരിയ കുറവാണ്, വെലോസിറ്റി കൂടുതലാണ്, പ്രഷർ കുറവായിരിക്കും. ഇപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷനും ബെർണോളിസ് പ്രിൻസിപ്പിളും ഒരുമിച്ചിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ചില ആൾക്കാർ എപ്പോഴും വന്ന് മിസ്റ്റേക്ക് ചോദിക്കാറുള്ളൊരു റീജിയനാണ് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഏരിയ കുറയുമ്പോഴല്ലേ പ്രഷർ കൂടുക എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഏരിയ കുറവാണെന്നും ഇവിടെ പ്രഷർ കൂടുതലാണെന്നും അപ്പോൾ ഹൈറ്റ് കൂടും എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഹൈഡ്രോസ്റ്റാറ്റിക്സിലാണ്, റെസ്റ്റിൽ നിൽക്കുന്ന കേസിലാണ് നമ്മൾ ഇക്വേഷൻ പറയുന്നത്. ഇവിടെ നമ്മൾ ഫ്ലോ ചെയ്യുന്ന കേസാണ്, ഡൈനാമിക്സ് ആണ്. ഹൈഡ്രോ ഡൈനാമിക്സ് ആകുമ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ബെർണോളിസ് പ്രിൻസിപ്പിളും ഉപയോഗിച്ചിട്ട് വേണം അത് കണക്ട് ചെയ്ത് പറയാൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, ഇതിൽ ഇൻകറക്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഫിഗർ എ ആണ്, ഇത് ഇൻകറക്റ്റാണ്, ഇത് തെറ്റാണ്. ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ.